Hi friends, welcome to JB Dishes. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ബിസ്ക്കറ്റ് ആണ്, ബട്ടർ ബിസ്ക്കറ്റ്. അപ്പോൾ അത് ഉണ്ടാക്കുന്നതിന് മുന്നേ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ ബട്ടർ ബിസ്ക്കറ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ബിസ്ക്കറ്റിൻ്റെ പേര് പോലെ തന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ബട്ടറാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 50 ഗ്രാം മെൽറ്റഡ് ബട്ടറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ എടുക്കുന്ന ബട്ടർ ഫ്രിഡ്ജിനകത്താണ് ഇരിക്കുന്നതെങ്കിൽ കുറച്ച് സമയം എടുത്ത് പുറത്ത് വെച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ അതിന് വേണ്ടി യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇനി ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് ഷുഗർ ആഡ് ചെയ്യാണ്. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ ഷുഗറാണ് ഇതിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നത്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ഇതിൻ്റെ അളവ് കൂട്ടി കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഷുഗറും ബട്ടറും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ വെണ്ണയും പഞ്ചസാരയും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് കുറച്ചായിട്ട് മൈദപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ നമ്മൾ ആദ്യം ഒരു ഫോർക്ക് വെച്ച് നന്നായിട്ട് അതിനെ പ്രസ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കണം. ശേഷം നിങ്ങൾക്കൊരു സ്പൂൺ വെച്ച് ഇളക്കി കൊടുത്താൽ മതിയാവും. നിങ്ങളുടെ കയ്യിൽ ഒരു ബീറ്റർ ഉണ്ടെങ്കിൽ അതാവും ഏറ്റവും നന്നാവുക. ബീറ്റർ വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ വെണ്ണയും പഞ്ചസാരയൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടാവും നമ്മുടെ വെണ്ണ നല്ല ക്രീമി മോഡലിലായിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. 50 ഗ്രാം വെണ്ണയ്ക്ക് 100 ഗ്രാം മൈദ എന്നതാണ് നമ്മുടെ കണക്ക്. ഇനി നമുക്ക് ആ മൈദ ഈ വെണ്ണയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ശേഷം നമുക്കതിനെ കുഴച്ചെടുക്കാനുള്ളതാണ്. ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ച് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കൈ വെച്ച് അതിനെ കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് പാലൊഴിച്ചിട്ടാണ് ഇതിനെ കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ ഇതിനകത്ത് കുറച്ച് വെള്ളമുള്ള പോലെയാണുള്ളത്. കുറച്ചും കൂടെ മൈദപ്പൊടി നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ കൈവച്ച് നമ്മൾ കുറേ സമയം കുഴച്ചുകൊണ്ടിരിക്കണം. അല്പം കൂടെ പൊടി ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുകയാണ്. ഇതിനകത്തേക്ക് ഇനി ഞാൻ നമ്മുടെ മിൽക്ക് ആഡ് ചെയ്യുകയാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾ കാണുന്നുണ്ടാവും നമ്മുടെ മാവ് നല്ല ലൂസായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് കുറച്ചും കൂടെ പൊടിയിട്ട് കുഴച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ സമയത്ത് ഈ മാവിൻ്റെ മധുരത്തിൻ്റെ ടേസ്റ്റ് നിങ്ങളൊന്ന് നോക്കണം. കുറവാണെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്യണം. ഓരോരുത്തർക്കും അവരുടെ മധുരം ഡിഫറെൻ്റ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. എനിക്ക് മാവിനെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ കുറച്ചും കൂടെ പാൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരുമിച്ച് തന്നെ നമ്മൾ മാവിലേക്ക് ഒരു വെള്ളം ആയിക്കോട്ടെ പാലായിക്കോട്ടെ എന്താണോ കുഴച്ചെടുക്കാൻ എടുക്കുന്നത് അത് ഒരുമിച്ച് ഒരിക്കലും ഒഴിക്കാൻ പാടില്ല. അതിനകത്തേക്ക് നമുക്ക് കുഴച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും അത്. അപ്പോൾ ഇതേപോലെ കൈവച്ച് കുഴച്ചെടുക്കാം. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ബട്ടർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ മാവ് വളരെ സോഫ്റ്റാണ്. നിങ്ങൾക്ക് നെയ്യുടെ ടേസ്റ്റാണ് വളരെ ഇഷ്ടമാവുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഞാനിവിടെ അതൊന്നും ഉപയോഗിക്കുന്നില്ല. അപ്പം ഞാനതിനെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബിസ്ക്കറ്റ് ആയതുകൊണ്ട് തന്നെ ബിസ്ക്കറ്റിൻ്റെ ഷേപ്പ് ഇട്ടാൽ നമ്മൾ ഇതേപോലെ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുത്തതിന് ശേഷം കൈവച്ചൊന്ന് പ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്.
നമ്മൾ ഇതിനു മുന്നേ കാണിച്ച പിടിയിനകത്തുള്ള കൊഴക്കട്ടയിനകത്തുള്ള അതേ മാവ് ചെയ്ത പോലെ തന്നെ ഉരുട്ടിയതിന് ശേഷം ഇതേപോലെ കൈവച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി അതിനൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടി ഫോക്ക് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതെടുക്കുമ്പോൾ നമ്മുടെ ബിസ്ക്കറ്റിനകത്തൊരു ലൈൻ കിട്ടും. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും തരത്തിലുള്ള നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അത് ഈ സമയത്ത് നമ്മുടെ ബിസ്ക്കറ്റിന് മേലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ഈ ബിസ്ക്കറ്റ് മുഴുവൻ ഉരുട്ടിയതിന് ശേഷം കൈവച്ച് പ്രസ് ചെയ്ത് ഫോക്ക് കൊണ്ട് ഒരു ഷേപ്പ് ആക്കിയതിന് ശേഷം നമ്മളിതിനെ ആവിയിൽ വെച്ച് പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ ഇഡ്ഡലി തട്ടിലാണ് ആവിയിൽ വെച്ച് വേവിക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇഡ്ഡലി തട്ടിൻ്റെ പാത്രത്തിനകത്ത് തന്നെയാണ് നമ്മുടെ ബിസ്ക്കറ്റ് ഉരുട്ടിയതിന് ശേഷം വെച്ച് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഓവൻ ഉണ്ടെങ്കിൽ അതിനകത്ത് വെച്ചും നമുക്ക് വേവിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ എല്ലാ ബിസ്ക്കറ്റിൻ്റെ മാവിനെയും റെഡിയാക്കിയതിന് ശേഷം ഇഡ്ഡലി തട്ടിലേക്ക് വെച്ച് കൊടുക്കുക. ഇഡ്ഡലി തട്ടിലേക്ക് നമ്മൾ ഈ ബിസ്ക്കറ്റിനെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം കുറച്ച് വെള്ളം തിളപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷമാണ് ഈ തട്ട് അതിനകത്തേക്ക് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കുക്കിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് വളരെ സ്ലോ ആണ്. ഒരു 30 മിനിറ്റ് നമ്മളിതിനെ വേവിച്ചെടുക്കണം. ആ സമയം നമ്മുടെ തീ സിമ്മിലിടാൻ വേണ്ടി നിങ്ങൾ സൂക്ഷിക്കണം. ചെറു തീയിലിട്ടിട്ട് വേണം ഇത് വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ ഞാനിവിടെ എല്ലാ ബിസ്ക്കറ്റിനെയും നമ്മുടെ ഇഡ്ഡലി തട്ടിനകത്തേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. അതേപോലെ ഇഡ്ഡലി പാത്രത്തിൽ അല്പം വെള്ളം വെച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഇഡ്ഡലി തട്ടിനെ ഈ പാത്രത്തിനകത്തേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു 30 മിനിറ്റ് നമ്മൾ ഈ ബിസ്ക്കറ്റിനെ ചെറു തീയിലിട്ട് തന്നെ വേവിച്ചെടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ട് വേവിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബിസ്ക്കറ്റിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും. 30 മിനിറ്റിന് ശേഷം ഞാൻ ഈ ബിസ്ക്കറ്റിന് റെഡി ആയതിനു ശേഷം ഒരു പ്ലേറ്റിനകത്തേക്ക് സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും നമ്മുടെ ബട്ടർ ബിസ്ക്കറ്റ് ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വിഭവം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വിഭവങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.